Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ EDP എന്ന് പറയുന്ന പേപ്പറിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് തിയറി പേപ്പറിൽ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്ത് തീർത്തതാണ്. അപ്പോൾ EDPൻ്റെ എന്താണ് ഇൻട്രൊഡക്ഷൻ സൈഡാണ് നമ്മൾ ആദ്യ ചാപ്റ്ററിൽ കണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺട്രപ്രണേഴ്സ് എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അതായത് ഓൺട്രപ്രണേഴ്സിന് പല സ്ഥാപനങ്ങൾ പല തരത്തിലുള്ള സപ്പോർട്ട്, അതായത് പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പല തരത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് തലത്തിലുള്ള ഈ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വലിയൊരു സംഗതിയല്ല, ഓരോ സംഘടനകളെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്ഥാപനമാണ് ഈ ഇൻഡസ്ട്രീസിനും കൊമേഴ്സിനൊക്കെ സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഒരു കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന, അതായത് ഒരു കേരള സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വകുപ്പാണ്, സ്ഥാപനമാണ്. So the Directorate of Industries and Commerce plays a vital role in promoting entrepreneurship in Kerala. അപ്പോൾ കേരളത്തിൽ ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വലിയൊരു വൈറ്റൽ റോള് ഈ ഒരു സംഘടന ഈ സ്ഥാപനം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആസ് എ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓഫ് ദ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് പോളിസീസ് റിലേറ്റഡ് ടു മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, സപ്പോർട്ടിംഗ് MSMEs ത്രൂ വേരിയസ് സ്കീംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്, രജിസ്റ്ററിംഗ് MSMEs ആൻഡ് പ്രൊവൈഡിംഗ് ദം വിത്ത് നെസസറി സർട്ടിഫിക്കേഷൻസ്. അതായത് ഈ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് ചെറുകിട സ്ഥാപനങ്ങൾ. അതായത് ചെറുകിട സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, വലിയ ഇൻഡസ്ട്രീസ് അല്ലാതെ ഇപ്പോൾ ഇതേപോലെ വല്ല ടൈലറിങ് യൂണിറ്റോ സ്റ്റിച്ചിങ് യൂണിറ്റോ അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഉണ്ട്, അതേമാതിരി തമിഴ്നാടും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യലാണ്. സപ്പോർട്ടിങ് MSMEs ത്രൂ വേരിയസ് സ്കീംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്, രജിസ്റ്ററിംഗ് MSMEs ആൻഡ് പ്രൊവൈഡിംഗ് ദം വിത്ത് നെസസറി സർട്ടിഫിക്കേഷൻസ്, അവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നു. ഓഫറിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു MSMEs ത്രൂ വേരിയസ് പ്രോഗ്രാംസ്, പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു. പ്രൊവൈഡിംഗ് ഗൈഡൻസ് ആൻഡ് മെൻറ്റർഷിപ്പ് ടു MSMEs ടു ഹെൽപ്പ് ദം ഗ്രോ ആൻഡ് സസ്റ്റെയിൻ, ഗൈഡൻസും മെൻറ്റർഷിപ്പും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ദ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ചെയ്യുന്ന വൈറ്റൽ റോൾ എന്താണെന്നുള്ളതാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൻ്റെ ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യാൻ ഈ പറയുന്ന ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ചെയ്യുന്ന വൈറ്റൽ റോൾ, ഇമ്പോർട്ടൻറ്റ് റോൾ എന്താണെന്നുള്ളതാണ്. ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് ഓൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ്. എല്ലാ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, സംയോജിപ്പിക്കുന്നുണ്ട്. പിന്നെ പല സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റോ കൊണ്ടുവരുന്ന സ്കീമുകൾ ഒക്കെ അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഓൺട്രപ്രണേഴ്സിന്, സംരംഭകരിലേക്ക് അത് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്, ചെറുകിട സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഡെവലപ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ എ പ്ലാൻഡ് മാനർ, വളരെ പ്ലാൻഡ് മാനറിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോക്കസിങ് ഓൺ ദെയർ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി, അവരുടെ ഗ്രോത്തും സസ്റ്റൈനബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെൻറ്. ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഈ പറഞ്ഞ വ്യാപാരികളുടെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രീൻ്റെയും ഗവൺമെൻറ്റെയും. പിന്നെ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ ഇംപ്ലിമെൻറ്റേഷനും ഈ പോളിസികളൊക്കെ ഈ സർക്കാർ പദ്ധതികളൊക്കെ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. മോണിറ്റർ ചെയ്യുന്ന വെച്ചാൽ അത് എങ്ങനെയാണ് നോക്കി നടക്കും, അത് ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എന്തിൽ വരുന്നത്,
നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്, ചിലപ്പോൾ അത് എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ പോയിന്റുകളും എഴുതാം. ഇനി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻ്റർ ആണ്. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ പല ജില്ലകളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിലുള്ളത് ഇപ്പോൾ കോഴിക്കോട് ജില്ലേൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ഗാന്ധി റോഡ്, നമ്മുടെ ബീച്ചിൽ പോണ വഴിക്ക് ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ദ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ DIC പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഓൺ May 1, 1978. മെയ് 1, 1978 ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ നിലവിൽ വരുന്നത്. വിത്ത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊമോട്ടിംഗ് കോട്ടേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടേജ്, അതായത് കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് റൂറൽ ഏരിയയിലും ചെറിയ ചെറിയ ടൗണുകളിലുമാണ്. 91 422 DIC ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 400-500 ജില്ലാന് എന്ത് വരുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും എന്തുണ്ട്, DIC ഉണ്ട്. 431 ഇപ്പോൾ എന്താണ് അത് ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 422 ഹാഡ് ബീൻ എസ്റ്റാബ്ലിഷ് അക്രോസ് ഇന്ത്യയിൽ 431 ജില്ലകളിലുള്ള 422 ഓക്കെ. ടുഡേ DICs കണ്ടിന്യൂ. അപ്പോൾ അത്ര 91 ജില്ലകളില്ല, ചിലപ്പോൾ ജില്ലകൾക്ക് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം പല ജില്ലകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ടുഡേ DICs കണ്ടിന്യൂ ടു പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് സ്മോൾ ഓൺടർപ്രണേഴ്സ്. പിന്നെ ഈ DICകളുടെ അടിസ്ഥാനത്തിൽ ED ക്ലബ്ബുകൾ പല കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യലാണ്, ഒന്ന് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്, അടുത്തത് ഇൻഡസ്ട്രിയൽ കൗൺസിലിംഗ് ആണ്, അടുത്തത് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും പ്രിപ്പറേഷനുമാണ്, ഫെസിലിറ്റേറ്റിംഗ് ഫിനാൻസ് ആണ്, പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടാണ്, കോർഡിനേറ്റിംഗ് വിത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ഇൻഡസ്ട്രീനെ വളരാൻ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട സ്കില്ലുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും പ്രിപ്പറേഷനുമാണ്. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ഫിനാൻസ് ആണ്, ഫിനാൻസിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടാണ്, വേണ്ട ലാൻഡ്, വാട്ടർ, പവർ ഒക്കെ എന്താണ് അവർ സപ്പോർട്ടോടുകൂടി അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ കോർഡിനേറ്റിംഗ് വിത്ത് എന്താണ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് എന്താണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സുമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്, അത് സിഡ്കോ എന്നാണ് അറിയപ്പെടുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസ്, ആ പേര് തന്നെ ഉണ്ട്, ചെറുകിട വ്യവസായികളെ സഹായിക്കുന്ന ഒരു കോർപ്പറേഷനാണ്, ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. സിഡ്കോ ഇസ് എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺഡ് കോർപ്പറേഷൻ ദാറ്റ് പ്രൊമോട്ട് സ്മോൾ ഇൻഡസ്ട്രീസ്. സിഡ്കോ ഹെൽപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫ്രം ഇൻസ്റ്റലേഷൻ ടു പ്രൊഡക്ഷൻ, providing infrastructure facilities and support. It has contributed to the development of backward areas and spread industrial activity across state. അപ്പോൾ സിഡ്കോ എന്താണ്, ഒരു സ്റ്റേറ്റ് മൊത്തം വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീസിനെ, ചെറുകിട വ്യവസായികളെ സഹായിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ്, ഗ്രോത്ത് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സപ്ലൈ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പോലുള്ള റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ എന്താണ്, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓഫർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺട്രപ്രണേഴ്സ് ആണ്, ഓൺട്രപ്രണേഴ്സിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ആണ്, ടെക്നിക്കൽ അസിസ്റ്റൻസും ട്രെയിനിങ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോട്ട് സ്കിൽഡ് ലേബർ, അതായത് സ്കിൽഡ് ലേബർ അത്യാവശ്യമാണല്ലോ ഇൻഡസ്ട്രീസിന്. പലതരത്തിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആവട്ടെ, എന്താ മേഖലയാവട്ടെ, ഇപ്പോൾ ഫർണിച്ചർ ഉണ്ടാകുക, അതിനൊക്കെ സ്കിൽഡ് ലേബേഴ്സ് വേണ്ടേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിഡ്കോൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സിഡ്കോ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് വുമൺ ഓൺട്രപ്രണേഴ്സ്. അത് ചിലപ്പം ചോദ്യമായിട്ട് ചോദിക്കുക, അതായത് ഒരു എക്സാമിന് ഇതൊരു ചോദ്യമായിട്ട് തന്നെ വരും. കാര്യം എങ്ങനെയാണ് വുമൺ ഓൺട്രപ്രണേഴ്സിനെ സിഡ്കോ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീ ഓൺട്രപ്രണേഴ്സിനെ എന്താണ് പലതരത്തിലും സിഡ്കോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സപ്പോർട്ടിങ് ദ ഗ്രോത്ത് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്താണ്, ഒരുപാട് വനിതാ ഓൺട്രപ്രണേഴ്സ് എന്താണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഭാഗവാക്കായി വരാറുണ്ട്. സോ പ്രൊമോട്ടിംഗ് വുമൺ ഓൺട്രപ്രണേഴ്സ് എന്നാണ് ഒരു സെപ്പറേറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്താണ് ചില ലൊക്കേഷൻസ് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പോൾ മഞ്ചേരി റീജിയൻ എന്ന് പറയാം. അപ്പോൾ ആ റീജിയനിലൊരു പ്രദേശം എന്ത് ചെയ്യുക, അവിടെ ഏത് സ്ത്രീകൾക്ക് വേണമെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ, അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലം മഞ്ചേരിയിൽ ഉണ്ടായിക്കോളുന്നില്ല, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ ഒരു റീജിയനിൽ എന്താണ് ഫീമെയിൽസിന് മാത്രം വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുക എന്നുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക.
ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് അവർക്ക് ടാക്സ് ഫ്രീ കാര്യങ്ങൾ കൊടുക്കുക. അവിടെ മെയിൽസ് ഉണ്ടാവില്ല, അപ്പോൾ അതാണ് സ്ത്രീകൾ മാത്രമേ അവിടെ വന്ന് ചെയ്യുള്ളൂ. പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും എന്താണ് ഡെവലപ്മെൻറ്റുകളും കൊടുക്കുക എന്നുള്ളതാണ് ആർക്ക്, ഫീമെയിൽസിന് അല്ലെങ്കിൽ വുമണിന്. ഇനി എന്തൊക്കെയാണ് സിഡ്കോൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, സിഡ്കോൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റോഡുകൾ, റെയിൽവേസ്, അതുകൂടാതെ ആ സ്ഥലത്ത് വേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ടെലികമ്മ്യൂണിക്കേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ. പിന്നെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെഡ് ആൻഡ് പ്ലോട്ട്, അതായത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏരിയ വെക്കുന്നു, അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ തുറക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പല ആൾക്കാർക്കും പല പ്ലോട്ടുകൾ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഓരോ പ്ലോട്ടുകളിൽ നിന്നാണ് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കുറേ സ്ഥാപനങ്ങളല്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്ലോട്ട് കൊടുത്ത് ഓരോരുത്തരും എന്താണ് ഓരോ ഫാക്ടറികൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അത് ഓരോ പ്ലോട്ട് നിന്നാണ് ഓരോരുത്തർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. ഓൺട്രപ്രണേഴ്സിന് എന്താണ് ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് വേണ്ട സ്കില്ലും ട്രെയിനിങ്ങും കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യാനാണ്. പിന്നെ സിക്ക് യൂണിറ്റുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ. കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് നഷ്ടത്തിലോടുകയോ അല്ലെങ്കിൽ കാര്യമായ ലാഭം ഉണ്ടാക്കാത്തതോ ആയ സ്ഥാപനങ്ങളാണ് സിക്ക് യൂണിറ്റ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുക, വേണ്ട ഫിനാൻസ് കൊടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ടെക്നിക്കൽ കൺസൾട്ടൻസികളാണ്. പല ടെക്നിക്കൽ കൺസൾട്ടൻസീസ് ചെയ്യുക. ഇപ്പോൾ പല തരത്തിലുള്ള എന്താണ്, ഇപ്പോൾ ടെക്നിക്കൽ കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ ടെക്നിക്കലായിട്ട് തന്നെ ഇപ്പോൾ ITI മേഖലയിലൊക്കെ വരുന്ന കണ്ടില്ലേ, വയറിങ്ങോ അല്ലെങ്കിൽ കാർപ്പൻട്രിയോ, അങ്ങനത്തെ പല ടെക്നിക്കൽ കൺസൾട്ടൻസി കൊടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ട സേവനങ്ങൾ അത് മുഖാന്തരം അവർക്ക് വേണ്ടതാണ് കോഴ്സുകളൊക്കെ ആയിട്ട് തന്നെ അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റിങ്ങിന് എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അതായത് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഈ പറയുന്ന സിഡ്കോൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇനി ഈ സിഡ്കോ കഴിഞ്ഞാലും മറ്റൊരു ഓർഗനൈസേഷനാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അപ്പോൾ സിഡ്കോ വരെയൊക്കെ ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻസ് ആണ്. ഒന്ന് ജില്ലാ തലത്തിലാണ്, ഡിസ്ട്രിക്റ്റ്, പിന്നെ സ്റ്റേറ്റ് ലെവലിലാണ് കണ്ടത്. ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ വരുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ദേശീയ തലത്തിൽ വരുന്ന ഓർഗനൈസേഷനാണ് ഒന്ന് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC. The National Small Industries Corporation NSIC was established in 1955. 1955 ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് ടു പ്രൊമോട്ട് എയ്ഡ് ആൻഡ് ഫോസ്റ്റർ ദ ഗ്രോത്ത് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു സപ്പോർട്ട് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ബൈ പ്രൊവൈഡിങ് മെഷീനറി ഓൺ ഹയർ പർച്ചേസ് ബേസ്. അതായത് ഈ ഉൽപ്പാദനത്തിന് വേണ്ട മെഷീനറീസ് എന്ത് ചെയ്യുക, കടമായിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് വിൽക്കുക, അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പം നമുക്ക് എന്ത് വേണം, ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു യൂണിറ്റ് വേണം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന ഒരു മെഷീനറി വേണം. അപ്പോൾ അതായത് ഇപ്പോൾ കാർബണേറ്റഡ് ഡ്രിങ്ക്, നമ്മൾ ഈ സോഡ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് എന്ത് ചെയ്യും, ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മൾക്ക് ലാഭം ഉണ്ടാകുമെന്നാണ് നമ്മളത് അടച്ചു കൊടുത്താൽ മതി. വലിയൊരു എന്താണ് പൈസ അത് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് അത് വെച്ച് സംരംഭം തുടങ്ങാം. കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഇൻസ്റ്റാൾമെൻറ്റുകൾ അടച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ്. അസിസ്റ്റിംഗ് ദം ഇൻ ഒബ്റ്റെയിനിങ് ഓർഡേഴ്സ് ഫ്രം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്. ഇനി നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡെവലപ്പ് സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആൻഡ് ആക്സിലറി യൂണിറ്റ്. സ്മോൾ സ്കെയിൽ യൂണിറ്റും ആക്സിലറി യൂണിറ്റ് ടു ലാർജ് സ്കെയിൽ ഓക്കെ. അപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്, അതിൻ്റെ ബാറ്ററി ഉണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആപ്പിളിൻ്റെയോ സാംസങ്ങിൻ്റെയോ വലിയൊരു ഫാക്ടറി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ബാറ്ററി വേറൊരു സ്ഥാപനത്തിലേക്ക് വാങ്ങാം, ഈ ലിഥിയം ബാറ്ററീസേ. അപ്പോൾ അതിൻ്റെ ഒരു അനുബന്ധമായിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ യൂണിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഈ ബാറ്ററി ഉണ്ടാക്കുന്നത്. അത്തരം യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്, ആക്സിലറി യൂണിറ്റ് എന്ന് പറയാം. അതധികം ചെറുകിട സ്ഥാപനങ്ങളായിരിക്കും, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ NSIC. പ്രൊവൈഡ് മെഷീനറി ടു SSI യൂണിറ്റ്, അതായത് എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റിന് ഹയർ പർച്ചേസിന് മെഷീനറി കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്റ്റെയിൻ ഗവൺമെൻറ് ഓർഡേഴ്സ് ഫോർ SSI യൂണിറ്റ്, എന്താണ് SSI യൂണിറ്റിനുള്ള ഗവൺമെൻറ് ഓർഡേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അസിസ്റ്റ് SSI യൂണിറ്റ് ഇൻ പ്രൊക്യൂറിങ് സ്കെയർസ് റോ മെറ്റീരിയൽ. കിട്ടാത്ത റോ മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഇവിടെ ലിഥിയം ബാറ്ററി, ലിഥിയം ഉണ്ടാവണം. ഇപ്പോൾ ലിഥിയം ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ്, അപ്പോൾ അതിനുള്ളൊരു ഫാക്ടറി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഈ സ്ഥാപനം സഹായിക്കണം എന്നുള്ളതാണ്, ലിഥിയം ഇവിടെ കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇറക്കുമതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് സഹായങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്.
മാർക്കറ്റ് SSI പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക്കലി ആൻഡ് ഇൻ്റർനാഷണലി, അതായത് നമ്മൾ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ഖാദിയൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ അതധികം എന്താണ് ഈ പറയുന്ന കൃഷി ഉൽപ്പന്നങ്ങളൊക്കെയാണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളല്ല. അത് എന്താണ് നമ്മുടെ രാജ്യമൊട്ടാകെ വിൽക്കാനും അത് എന്താണ് അന്തർദേശീയ തലത്തിൽ വിൽക്കാനും എന്താണ് ഈ വേണ്ട സഹായങ്ങൾ ഇവർ ചെയ്യുമെന്നുള്ളതാണ്. ഇനി അടുത്തൊരു സ്ഥാപനമാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. സോ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 2, 1990 ആസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് IDBI. അപ്പോൾ ഇത് IDBIൻ്റെ അണ്ടറിൽ വരുന്നൊരു സബ്സിഡറി ബാങ്കാണ്. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇൻഡസ്ട്രീസിന് വേണ്ടി മാത്രമുള്ള ഒരു ബാങ്കാണ് IDBI. അതിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു സ്ഥാപനമാണെന്ത് ഈ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1990 April 2 ഇത് നിലവിൽ വരുന്നത്. വിത്ത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊമോട്ടിംഗ്, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാങ്കാണ് ഈ SIDBI. അപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടിംഗ് ആണ്, ഫിനാൻസിങ്, ഡെവലപ്പിംഗ്. പ്രൊമോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംഗതിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുക, അല്ല എപ്പോഴും ഒരു അധ്യാപകരോ അല്ലെങ്കിൽ എന്താണ് രക്ഷിതാക്കളോ ഒരു കുട്ടീൻ്റെ വളർച്ചയ്ക്ക് അപ്പോൾ അവർ ചെയ്യുന്നത് പ്രൊമോട്ടിംഗ് ആണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വളരാൻ സഹായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ ഫിനാൻസിങ് എന്ന് വെക്കുമ്പോൾ എന്താണ് പൈസ തന്ന് സഹായിക്കുക അല്ലെങ്കിൽ കടമായിട്ട് ലോണുകൾ കൊടുക്കുക, അത് ഈ SIDBI. പിന്നെ അതെന്താണ് ഡെവലപ്പ് ചെയ്യാനും, അത് ആ തുടക്കകാലത്തെ വളർച്ച കഴിഞ്ഞിട്ട് അതൊന്ന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഡെവലപ്പ് ആവണ്ടേ. അപ്പോൾ അതാ പറഞ്ഞത്, അത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് MSME സെക്ടറിലാണ് ഇവർ സഹായങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷനാണ്. ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രീസിനെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ മോഡേണൈസേഷനും വരുന്നുണ്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് സഹായിക്കുന്നുണ്ട്. അതായത് SSI പ്രൊഡക്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രി, അതായത് തൊഴിൽ അധികം നൽകുന്ന ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. റീഫിനാൻസിങ് ലോൺ ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ റീഫിനാൻസിങ് ലോൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ IDBI ഇവരെ എന്താണ് ഒരു മെയിൻ ബാങ്കാണല്ലോ IDBI. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ലോൺ എടുത്തിട്ട് ആ ലോൺ ആർക്ക് കൊടുക്കുക? ആ ലോൺ കസ്റ്റമേഴ്സിന് കൊടുക്കുക, അതായത് ചെറുകിട വ്യാപാരികൾക്ക്. അതിനാണ് റീഫിനാൻസ് എന്ന് പറയാം. ഇവർ ലോൺ എടുത്ത് എന്താണ് മറിച്ച് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിസ്കൗണ്ടിങ് ആൻഡ് റീഡിസ്കൗണ്ടിങ് ബിൽസ് ഫോർ SSI യൂണിറ്റ്. ഇപ്പോൾ ബില്ല് എന്ന് പറഞ്ഞ സാധനമുണ്ട്, നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ബിൽസ് എന്ന് പറയും, അത് ചെക്കിന് സമാനമായൊരു സാധനമാണ്. അപ്പോൾ പൈസ കൊടുക്കാനില്ലാത്ത കസ്റ്റമേഴ്സ് ചിലപ്പോൾ ചെക്ക് കൊടുക്കും. ആ ചെക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കിട്ടുന്ന വ്യാപാരികൾക്ക് അത് ബാങ്ക് കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യുക. ഡിസ്കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ 1000 രൂപേൻ്റെ ബില്ലാണെങ്കിൽ ഒരു 100 രൂപ, ഒരു 10 രൂപയുടെ ബാങ്ക് പിടിക്കും, 990 രൂപയ്ക്കും കൊടുക്കുക. ഈ 10 രൂപേൻ്റെ വരെ ഡിസ്കൗണ്ട്, അത് ബാങ്ക് എന്താണ് പിടിക്കുന്ന ഒരു കമ്മീഷനാണ്. എന്നിട്ട് എന്താണ് പിന്നെ ഈ ചെക്ക് തന്ന ആളെ അല്ലെങ്കിൽ ബില്ല് തന്ന ആളെ കയ്യിൽ നിന്ന് ബാങ്ക് ഡയറക്റ്റാണ് പൈസ വാങ്ങുകയും ചെയ്യും. അപ്പോൾ ബാങ്ക് ഫുൾ പൈസ വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് ബാങ്കിൽ ഒരു 10 രൂപ ലാഭമാണ്, ഇവർക്ക് പെട്ടെന്ന് പൈസ കിട്ടണമെങ്കിലേ ഈ ബില്ല് പെട്ടെന്ന് 3 മാസം ബില്ലിൻ്റെ കാലാവധി ഉണ്ടാവുക. അപ്പോൾ അതിന് ഡിസ്കൗണ്ടും റീഡിസ്കൗണ്ടും ഒക്കെ എന്താണ് ഒരു SIDBI ചെയ്യും എന്നുള്ളതാണ്. ഇനി മറ്റൊരു സപ്പോർട്ടിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അപ്പോൾ ഖാദി നമ്മൾ നേരത്തെ കണ്ട പല സ്ഥാപനങ്ങളുടെ ഒരു സ്വഭാവം അതിനുണ്ട് എന്നുള്ളതാണ്. അതും ഈ ചെറുകിട സ്ഥാപനങ്ങളെയാണ് സഹായിക്കുന്നത്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഈ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ മുള കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, പല ചില ഫർണിച്ചർ ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ചില പാത്രങ്ങളോ ഈ ചൂരലിനെ കൊണ്ടുണ്ടാക്കുന്ന കസാലകൾ, അതൊക്കെ ഖാദിയിൽ കാണാറുണ്ട്. 1957 ഒരു ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതൊരു നിയമം പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖാദി നിലവിൽ വരുന്നത്. ഇറ്റ്സ് പ്രൈമറി ഗോൾ ടു പ്രൊമോട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. അത് ഗ്രാമീണ മേഖലയിലുള്ള വ്യാപാരി അല്ലെങ്കിൽ ഈ വ്യവസായത്തെ പ്രൊമോട്ട് ചെയ്യലാണ്. ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സോ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ ഷോർട്ട് ഫോമാണ് KVIC. അങ്ങനെയൊക്കെ ഇരിക്കും ചോദ്യം വരും കേട്ടോ, ശ്രദ്ധിക്കുക. KVIC ടുക്ക് ഓവർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇറ്റ്സ് പ്രൊഡസസർ. അപ്പോൾ KVIC ആദ്യം ഇതിന് മുൻപ് മറ്റൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. അതിൽ നിന്നാണ് അത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനായി മാറിയത്. അപ്പോൾ ഈ സ്ഥാപനം
53-ലാണ് അതിന് ഒരു മാറ്റം വരുത്തി 57-ലാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് അത് മാറ്റിയത്. അത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആണ് അവരും അതിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ KVICൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? റൂറൽ ഡെവലപ്മെൻ്റ് ആണ്, അതായത് ഗ്രാമീണ മേഖലേൻ്റെ വളർച്ചയാണ്. അത് അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നിട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസിൽ എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരലാണ്. പ്രൊമോട്ടിംഗ് സെൽഫ് റിലയൻസ് ആണ്, അതായത് എല്ലാ ഗ്രാമീണ മേഖലയിൽ നിന്നാണ് എല്ലാവിധ സൗകര്യങ്ങളും ആൾക്കാർക്ക് എന്താണ് അവിടെ തന്നെ ജോലി കിട്ടുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ നിന്നാണ് ആൾക്കാർ നഗരമേഖലയിലേക്ക് കുടിയേറി പാർക്കാറുള്ളത്. ബിൽഡിംഗ് എ സ്ട്രോങ് റൂറൽ കമ്മ്യൂണിറ്റി ബേസ് ആണ്, ഒരു നല്ല സ്ട്രോങ് ആയ റൂറൽ കമ്മ്യൂണിറ്റി ബേസ് ക്രിയേറ്റ് ചെയ്യലാണ്. പിന്നെ ഇറാഡിക്കേറ്റിംഗ് റൂറൽ പോവർട്ടിയാണ്, റൂറൽ മേഖലയിലുള്ള ഈ പറയുന്ന പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യലാണ്. പിന്നെ KVICൻ്റെ മെയിൻ ഫംഗ്ഷനുകളിലൊന്നും ഫങ്ഷൻസിൽ വരുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ് ത്രൂ ട്രെയിനിങ്. അപ്പോൾ വേണ്ട ട്രെയിനിങ്ങുകൾ സംരംഭകർക്ക് കൊടുത്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്യലാണ്. സപ്ലൈയിങ് റോ മെറ്റീരിയൽ അറ്റ് റീസണബിൾ റേറ്റ് ആണ്, അപ്പോൾ വേണ്ട അസംസ്കൃത വസ്തുക്കൾ വളരെ വില ചുരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സംഗതി കിട്ടിയാലല്ലോ, ഇപ്പോൾ മരം കൃത്യമായിട്ട് കിട്ടിയാലേ എന്തുള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മരം കിട്ടാത്തൊരവസ്ഥ വന്നാൽ കുടുങ്ങിയില്ലേ. അത് കൃത്യമായിട്ട് റീസണബിൾ നിരക്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊമോട്ടിംഗ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓഫ് ഖാദി പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങും സെയിൽസിനും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പ്ലോറിങ് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ്, അപ്പോൾ ഖാദിയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം നിലവിലുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിദേശ വാണിജ്യ സാധ്യതകളെ പറ്റി ചിന്തിക്കുകയും ആ ഓപ്പർച്യൂണിറ്റീസ് അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. പ്രൊവൈഡിങ് കൺസൾട്ടൻസി ഓഫ് സിക്ക് യൂണിറ്റ്, അപ്പോൾ സിക്ക് യൂണിറ്റുകൾക്ക് വേണ്ട കൺസൾട്ടൻസി സർവീസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓഫറിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു എലിജിബിൾ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് KVICൻ്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതാണ് സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, SISIS. ഓക്കെ, സോ സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് SISIS. അപ്പോൾ ഈ അവസാനത്തെ എസ്സിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഗിവ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺട്രപ്രണേഴ്സ് അപ്പോൾ ഇതും സ്മോൾ ഇൻഡസ്ട്രീസ് ആണ്, ചെറുകിട. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ കോമൺ ആയിട്ട് നോക്കേണ്ടത് എല്ലാം ചെറുകിട വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾക്ക് കൊടുക്കുന്ന സേവനങ്ങളാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് ഇൻ 1956, അപ്പോൾ ആ വർഷം മറന്നു പോകാതിരിക്കുക, 1956-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ഏജൻസീസ് ഓഫ് SIDO. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഏജൻസിയാണിത്. സെറ്റപ്പ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ടു ഡെവലപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഓരോ സ്റ്റേറ്റിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാനാണ്. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഒന്ന് കൺസൾട്ടൻസി സർവീസാണ്, കൺസൾട്ടൻസി കൊടുക്കുക. വേണ്ടെന്നാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. നമ്മളറിയില്ല ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, എന്ത് പഠിക്കണം നല്ലത്, ഇപ്പം എവിടേക്കാണ് പഠിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഒരു തരുന്നതാണല്ലോ കൺസൾട്ടൻസി. അപ്പോൾ അങ്ങനെ ഒരു ഓൺട്രപ്രണേഴ്സിന് കൊടുക്കുന്ന കൺസൾട്ടൻസിയാണ്. എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോപ്പിറൈറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ആരൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ അറിയില്ല നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. പിന്നെ സ്മോൾ ഓൺട്രപ്രണേഴ്സിന് എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. 28 SISS ഉണ്ട്, SISIS നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇവരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോ എക്കണോമിക് ആൻഡ് മാനേജറിയൽ കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യലാണ്. പിന്നെ എക്കണോമിക് ഇൻഫർമേഷനും ഗൈഡൻസും കൊടുക്കലാണ്. പിന്നെ അവർ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ട്രെയിനിങ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റുകൾ ഉണ്ടാവാറുണ്ട്. മോഡേണൈസേഷൻ സ്റ്റഡീസ് ആൻഡ് ടെക്നോളജി അപ്ഗ്രഡേഷൻ ചെയ്യാറുണ്ട്. ക്വാളിറ്റി കൺട്രോളും എനർജി കൺസർവേഷനും ചെയ്യാറുണ്ട്. അതേപോലെ പൊല്യൂഷൻ കൺട്രോളും. പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിങ്ങും ട്രെയിനിങ് പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ളൂ നമുക്കിനി നോക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, ഇയറുകൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ പരമാവധി ബ്രീഫായിട്ടാണ് നോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ്.